കെ.സി. വേണുഗോപാൽ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ ദൃശ്യത്തിലേക്ക്. ഒന്ന് അവസാനിപ്പിക്കാൻ പറയായിട്ട് ഇതൊന്ന് വിളിച്ചിട്ട് വരണമെന്ന് അറ്റ്ലീസ്റ്റ് വിളിച്ച് പറഞ്ഞത് ഇതൊന്ന് നിർത്തി തൽക്കാലം കേരള ഇലക്ഷൻ കഴിയുന്നവരെങ്കിലും നിർത്തിവെക്കാനെന്ന് പറയണം അവർ. ഈ BJP-യിലെ സംസ്ഥാന നേതാക്കന്മാർ കേരള ഇലക്ഷൻ ഉണ്ടല്ലോ മാർച്ച് വരെ, അതുവരെയെങ്കിലും ഒന്ന് നിർത്തിവെക്കണമെന്നൊന്ന് ഒരു അപേക്ഷ അവർ വെക്കുന്നത് നന്നായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. വെള്ളാപ്പള്ളി നടേശന്റെ ഒരു വിമർശനം വന്നിട്ട് പ്രതിപക്ഷ നേതാവിനെതിരെ ഏറ്റവും പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് കേരളത്തിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലി അറിയാം. ഞാൻ അധികം വിവാദങ്ങൾ ഈ പ്രശ്നം ഉള്ളതുകൊണ്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. അതിന് പാലോട് രവി പക്വത പാലിക്കുന്നതിനേക്കാൾ ഉപരിയാണ് പാർട്ടി പ്രവർത്തകരോട് സംസാരിക്കാൻ പറ്റാത്തൊരു സാഹചര്യം എവിടെയും ഉണ്ടാക്കുന്നത്. അവർക്കെതിരെയും കർശനമായ നടപടി ഉണ്ടാകും. ഒരു പാർട്ടി നേതാവിൻ്റെ ഫോൺ ആരെങ്കിലും റെക്കോർഡ് ചെയ്താൽ ആ റെക്കോർഡ് ചെയ്തതിന് പിന്നിൽ ആരെങ്കിലും പ്രവർത്തിച്ചാൽ അത് അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെയും കർശനമായ നടപടി ഉണ്ടാകും. അത് തെറ്റാണ്. ഞാൻ പാലോട് രവിയുടെ ഫുൾ ടെസ്റ്റ് കണ്ടു, സംഭാഷണം. ആ സംഭാഷണത്തിൽ സതുദ്ദേശപരമായിട്ടാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. പക്ഷേ ചില കാര്യങ്ങൾ അദ്ദേഹം കടന്നു പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതൊരു പാർട്ടി പ്രവർത്തനത്തോടുള്ള സംഭാഷണമായിരുന്നു, പാർട്ടി നന്നാവാൻ വേണ്ടിയിട്ടുള്ള സംഭാഷണമായിരുന്നു എന്നാണ് എനിക്കത് കൂടുതൽ കേട്ട മനസ്സിലായി. അന്വേഷണത്തിലൂടെ തെളിയുള്ളൂ. പക്ഷേ ഇത് റെക്കോർഡ് ചെയ്യുന്നത്, ഒരു പാർട്ടി നേതാവിൻ്റെ പ്രസംഗം റെക്കോർഡ് ചെയ്യുക, ഇപ്പം ഞാൻ പ്രസംഗമല്ല, പാർട്ടി നേതാവ് സംസാരിക്കുന്നത്, ഇപ്പം ഞാനൊരാൾ സംസാരിക്കുന്നത് റെക്കോർഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഒട്ടും അനുവദനീയമായ കാര്യം.